രോഹിത് ശർമ്മയുടെ ODI ക്രിക്കറ്റിംഗ് കരിയർ അവസാനിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. 2027 അതായത് അടുത്ത വർഷം അവസാനം നടക്കുകയാണ് ഇന്ത്യയുടെ ലോകകപ്പ്, അതായത് ലോകകപ്പ് ടൂർണമെൻറ്റ്. അപ്പോൾ രോഹിത് ശർമ്മയ്ക്ക് 40 വയസ്സാകും. ഇപ്പോൾ തന്നെ പല റിപ്പോർട്ടുകൾ പ്രകാരം രോഹിത് ശർമ്മ മൂന്നാമത്തെ ഏകദിനം, അതായത് ലോർഡ്സിൽ നടക്കുന്ന മൂന്നാമത്തെ ഏകദിനത്തിന് ശേഷം വിരമിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം സെലക്ടർമാരുമായിട്ടും രോഹിത് ശർമ്മ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. ആ മീറ്റിങ്ങിൽ ഇപ്രകാരമാണ് പറഞ്ഞിരുന്നത്: യശസ്വി ജയ്സ്വാൾ എന്ന താരത്തെ ഇനിയും കണ്ണടച്ച് നിർത്താൻ സെലക്ടർമാർക്ക് കഴിയില്ല. കാരണം ഒരു അവസരത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയാണ് യശസ്വി ജയ്സ്വാൾ. അതുകൊണ്ട് തന്നെ യശസ്വിയെ ഏകദിനത്തിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇവിടെ പ്രശ്നം. രോഹിത് ശർമ്മ ഔട്ട് ഓഫ് ഫോം ഒന്നുമല്ല, രോഹിത് ശർമ്മയ്ക്ക് പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇനിയും സീനിയർ താരങ്ങളെ ബാക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള സെലക്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് രോഹിത് ശർമ്മ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് യശസ്വി ജയ്സ്വാളിന് അവസരം കൊടുക്കാമെന്നുള്ള തീരുമാനത്തിലേക്ക് സെലക്ടർമാർ വരുമ്പോഴേക്കും നമ്മൾ കാണാൻ പോകുന്നത് ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർ, അൺഡൗട്ടഡ്ലി ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്റർ. ഞാൻ വേറെ ഇന്ത്യൻ ടീമൊന്നുമല്ല, ലോകത്തിലെ ഏകദിന ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബാറ്ററുടെ വിരമിക്കൽ നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഒരു പക്ഷേ കുറച്ചധികം നാടകങ്ങളോടുകൂടി തന്നെ അത് കാണേണ്ടി വരുമെന്ന് പറയാം. നമ്മൾ 2027 ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ രോഹിത് ശർമ്മ കളിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഒരു വലിയ വിഭാഗം സമൂഹമുണ്ട്. പക്ഷേ അവിടേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്ന് മനസ്സിലാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ശ്രീലങ്കയ്ക്കെതിരെ 264, ഓസ്ട്രേലിയക്കെതിരെ 209, ശ്രീലങ്കയ്ക്കെതിരെ 208, അങ്ങനെ 3 തവണ ODIസിൽ ഡബിൾ സെഞ്ചുറി കുടിച്ച ഒരു ഏകദിന ബാറ്ററിൻ്റെ വിടവാങ്ങൽ എങ്ങനെയായിരിക്കുമോ എന്നുള്ളൊരു ചോദ്യം വളരെയധികം പ്രസക്തമാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ബാറ്റിംഗ് കോച്ചായ സുധാൻഷു കോട്ടക്ക് തന്നെ പറഞ്ഞത് രോഹിത് ശർമ്മയ്ക്ക് മേൽ സമ്മർദ്ദമൊന്നും ചെലുത്താൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല, അത്രമാത്രം ഒരു മോശം കളിക്കാരൊന്നുമല്ല രോഹിത് ശർമ്മ. ഈ മോശം ഫോം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഏകദിനത്തിൽ 11 റണ്ണും രണ്ടാമത്തെ ഏകദിനത്തിൽ 26 റൺസും. ഇതാണ് രോഹിത് ശർമ്മയുടെ കോൺട്രിബ്യൂഷൻ ആദ്യ 2 ഏകദിനത്തിൽ. മൂന്നാമത്തെ ഏകദിനം ഇതിൻ്റെ ലോർഡ്സിൽ നടക്കാൻ പോകുന്നു. ആ സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ BCCIയുടെ വൃത്തങ്ങൾ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ സെലക്ഷൻ കമ്മിറ്റിയുമായിട്ട് ഒരു യോഗം ഉണ്ടായിരുന്നു. ആ യോഗത്തിൽ രോഹിത് ശർമ്മ തീർത്തും അസംതൃപ്തനാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ 2027 ലോകകപ്പുമായി ബന്ധപ്പെട്ട് രോഹിത് ശർമ്മയെ ഈ സീരീസിന് ശേഷം ODI ടീമിലേക്ക് പരിഗണിക്കേണ്ട എന്നുള്ളതാണ് സെലക്ടർമാരുടെ തീരുമാനം അത്രേ. അപ്പോൾ ആ സാഹചര്യത്തിൽ നോക്കുമ്പോഴേക്കും രോഹിത് ശർമ്മയ്ക്ക് ഇനി ഒരു അവസരം ഏകദിനത്തിലില്ല. അപ്പോൾ നാണം കെട്ട് പടിയിറങ്ങണോ അതോ രോഹിത് ശർമ്മയായിട്ട് തന്നെ വിരമിക്കണോ എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക്, ഒരു ക്വസ്റ്റ്യൻ മാർക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി. കാരണം യശസ്വി ജയ്സ്വാളിന് കൂടുതൽ പരിഗണനയും പ്രിഫറൻസും കൊടുക്കാനാണ് സെലക്ടർമാരുടെ തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാവുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു വ്യക്തമായ പിക്ചർ കിട്ടുന്നത്. കാര്യങ്ങൾ സിമ്പിളാണ്. അതായത് സെലക്ടർമാർ രോഹിത് ശർമ്മയോട് പറയുന്നത് ഈ സീരീസിന് ശേഷം രോഹിത്തിന് ഏകദിനത്തിൽ അവസരം ഉണ്ടാവില്ല, ഞങ്ങൾ പുതിയ തലമുറയ്ക്ക് മുന്നിൽ പോവും. ഇപ്പോൾ നമ്മൾ T20യിൽ കണ്ട ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടല്ലോ, ആ ട്രാൻസിഷൻ പീരീഡിൽ കണ്ടത് നമുക്കറിയാം. അയർലൻഡുമായിട്ട് വൈറ്റ് വാഷ്, ഇംഗ്ലണ്ടുമായിട്ട് വൈറ്റ് വാഷ്, ശ്രേയസ് അയ്യർ ക്യാപ്റ്റനായി വരുന്നു. ഒരു മാറ്റവും ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കാൻ കഴിയാതെ, ഒരു മത്സരം പോലും ജയിക്കാൻ കഴിയാതെയാണ് കഴിഞ്ഞ 7 മത്സരങ്ങൾ, കഴിഞ്ഞ 7 T20 മത്സരത്തിൽ പോയത്. അതിൽ ഒരെണ്ണം മഴ കാരണം നഷ്ടപ്പെട്ടതുകൊണ്ട് അത് പറയണ്ട. അല്ലാതെ ഇംഗ്ലണ്ടിനെതിരെ 4 കളിയും അയർലൻഡിനെതിരെ 2 കളിക്കും ഒരു തരത്തിലുമുള്ള ന്യായീകരണം ക്യാപ്റ്റനായ ശ്രേയസ് അയ്യറിനോ കോച്ചിൽ നിന്നും ഉണ്ടാവുന്നില്ല. അതിൻ്റെ വേറൊരു ഫണ്ണി പാർട്ട്, ഇത്രയധികം തുടർച്ചയായ തോൽവിയിൽ, ടെസ്റ്റിൽ പട്ടുകൂറ്റ തോൽവി, T20യിൽ ഇപ്പോൾ ഇതാണ് അവസ്ഥ. T20 ലോകകപ്പ് കിട്ടി, അത് നേടിക്കൊടുത്ത സഞ്ജു സാംസണും സൂര്യകുമാർ യാദവ് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. സഞ്ജുവിനെ പിന്നീട് ഇംഗ്ലണ്ടിനെതിരായ T20യിൽ അവസാനത്തെ T20യിൽ ഇറക്കി. അതിന് മുന്നേ എന്തായിരുന്നു സാഹചര്യം നമുക്കറിയാം. സൂര്യകുമാർ യാദവ് ടീമിൽ പോലുമില്ല. അങ്ങനെ ശ്രേയസ് അയ്യറിൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു ട്രാൻസിഷൻ ഫേസിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ട്രാൻസിഷൻ ഫേസ് ഏകദിനത്തിലേക്കും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. ആ ഏകദിനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് രോഹിത് ശർമ്മയുടെ സ്പേസ് ഇല്ല എന്ന് സെലക്ടർമാർ രോഹിത്തിനോട് പറയുന്നത്. ആ സാഹചര്യത്തിലാണ് രോഹിത് തീരുമാനമെടുക്കുന്നത്, ഈ സീരീസിന് ശേഷം ഞാൻ രാജിവെക്കാൻ പോവാണ്, ഞാൻ വിരമിക്കാൻ പോവാണ് എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത്. സോ നമ്മൾ അങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം ഏകദിന ലോകകപ്പ് കളിക്കാതിരിക്കുന്ന ഒരു ലെജൻഡറി ബാറ്ററിനെ നമ്മൾ മിസ് ചെയ്യാൻ പോവാണ് ഇൻ ODIs. ഹീ ഈസ് ദ മോസ്റ്റ് ആൻഡ് ബെസ്റ്റ് ബാറ്റർ വി ഹാവ് ഇൻ ODIs എന്ന് എവിടെയും പറയാം, ഒരു തർക്കമില്ലാതെ പറയാം. ആ വ്യക്തിയെ ഇങ്ങനെ ഒരു ഇംഗ്ലണ്ട് സീരീസിന് ശേഷം വിരമിക്കേണ്ടി വരിക ഇൻ ഹിസ് പ്രൈം ഫോമാറ്റ്, അത് കുറച്ച് വേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. സോ ഇറ്റ്സ് ജസ്റ്റ് ഓൾ ഇൻസൈഡ് റിപ്പോർട്ട്സ് സ്റ്റിൽ നൗ. പക്ഷേ സാധ്യതകളാണ് അങ്ങനെയൊക്കെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.